ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 ആണ്. എൻവയോൺമെൻറ്റൽ മിറ്റിഗേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ബ്ലോക്കിലെ സൊല്യൂഷൻസ് ടു കണ്ടംപററി എൻവയോൺമെൻറ്റൽ ത്രെഡ്സ് എന്നുള്ള ഭാഗമാണ് ഒരു ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഫോർ ഫോറസ്റ്റ് റിസോഴ്സസ്. കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഫോറസ്റ്റ് ആകുമ്പോൾ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സസ്റ്റൈനബിളി അത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫോറസ്റ്റിൻ്റെ പ്ലാന്റേഷൻ കൂട്ടുക, വെറ്റ് ലാൻഡ്സിലും റോഡ് സൈഡിലും ഡീഗ്രേഡഡ് ലാൻഡ്സിലൊക്കെ ഇതിൻ്റെ ഫോറസ്റ്റ് പ്ലാന്റേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. റീഫോറസ്റ്റ് ഏരിയാസ് ആർ വെർ ഫോറസ്റ്റ് ഹാവ് ബീൻ ക്ലിയർഡ്. റീഫോറസ്റ്റ് ഏരിയാസ് വെർ ഫോറസ്റ്റ് ഹാവ് ബീൻ ക്ലിയർഡ്. നമ്മൾ എവിടേക്കാണോ ഫോറസ്റ്റ് നശിപ്പിച്ചിട്ടുള്ളത് അവിടെയൊക്കെ പോയിട്ട് ഫോറസ്റ്റിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ടിമ്പറിന് ഇപ്പോൾ വുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കുക്കിംഗ് രീതിയാണ്, അല്ലെങ്കിൽ ടിമ്പറിനെയാണ് നമ്മൾ ഫയറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുക. ചില ടിമ്പർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്പെസിഫിക് ഫോറസ്റ്റ് ഏരിയാസിനെ മാത്രം കീപ്പ് ചെയ്യുക, എല്ലാത്തിനെയും മൊത്തത്തിലെ ടിമ്പർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അതർ കൺസർവേഷൻ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫോറസ്റ്റ് കണ്ടീഷനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് സെൻസിങ് പോലുള്ള നമ്മൾ കുറച്ചും കൂടിയും ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, കുറച്ചുകൂടി പ്രോഗ്രസീവ് ടെക്നോളജീസ് യൂസ് ചെയ്യുക. കുറച്ചുകൂടി അപ്പോൾ സമയം കുറവിൽ, അതായത് അനാലിസിസ് അക്യുറേറ്റ് ആയിരിക്കും, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇൻ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലല്ല നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഫോറസ്റ്റ് ഫയേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെസർട്ടിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രോട്ട് വരുന്ന സമയത്ത് ഒക്കെ ഫോറസ്റ്റ് ഫയറിനുള്ള സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ മാക്സിമം അതൊക്കെ കുറക്കാൻ നോക്കുക. ഇല്ലീഗൽ ട്രീ കട്ടിങ്ങിനെതിരെയുള്ള ലോസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുക. അഗ്രോ ഫോറസ്ട്രി, സോഷ്യൽ ഫോറസ്ട്രി എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. ഇൻഡിജീനസിനെയും ഫോറസ്റ്റ് ഡിപ്പെൻഡൻറ്റ് കമ്മ്യൂണിറ്റീനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. റീഫോറസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. റീഫോറസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPCC ആണ്, ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അവരാണ് റീഫോറസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു സ്ഥലത്ത് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമ്മളോ അല്ലാണ്ടോ ക്ലിയർ ചെയ്തു, അത് ഫോറസ്റ്റ് ഫയർ വന്നിട്ടോ അല്ലെങ്കിൽ മനുഷ്യനോ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടൊക്കെ ക്ലിയർ ചെയ്തു. ആ സ്ഥലത്ത് വീണ്ടും ഫോറസ്റ്റ് കവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീഫോറസ്റ്റേഷൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ ആ വേർഡായിരുന്നു റീഫോറസ്റ്റേഷനും എഫോറസ്റ്റേഷനും. ഇനി അത് എഫോറസ്റ്റേഷൻ എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ നിലവിൽ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഫോറസ്റ്റ് നശിച്ചുപോയി, വീണ്ടും അവിടെ ഫോറസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീഫോറസ്റ്റേഷൻ. ഇതുവഴി നമുക്ക് ഏകദേശം വേൾഡ് വൈഡ് 1.6 ബില്യൺ പീപ്പിളിൻ്റെ ലൈവ്ലിഹുഡാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോയിൽ ഇറോഷനെ തടയാൻ പറ്റും, ഫ്ലഡ് കൺട്രോളിന് സഹായിക്കാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വാട്ടർ സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി, സോയിൽ ഫെർട്ടിലിറ്റി, എക്കോസിസ്റ്റം റീഹാബിലിറ്റേഷനൊക്കെ ഇതുവഴി നടക്കുന്നുണ്ട്. ഇനി അഫോറസ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ലാൻഡിൽ, ഒരു ഫോറസ്റ്റ് ഇതുവരെ ഇല്ലാത്തൊരു ലാൻഡിൽ പുതിയ ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റിംഗ് ഫ്യൂ ഫോറസ്റ്റ് ഓൺ ലാൻഡ്സ് ദാറ്റ് ഹിസ്റ്റോറിക്കലി ഡിഡ് നോട്ട് കണ്ടെയ്ൻ ഫോറസ്റ്റ്. അങ്ങനെയാണ് IPCC അഫോറസ്റ്റേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് അഫോറസ്റ്റേഷൻ എന്താണ്? നമ്മൾ ഫോറസ്റ്റ് കവർ കൂട്ടുകയാണ്, അതുവഴി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കും, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറക്കും, കാലാവസ്ഥ വ്യതിയാനത്തിനെ കുറക്കും, ഗ്ലോബൽ വാർമിങ് കുറക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. സോയിൽ ഇറോഷൻ കുറയ്ക്കും, അതേപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കും. പിന്നെ വാട്ടർ കൺസർവേഷനും ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഒക്കെ ഇതിൽ വഴി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എക്കോസിസ്റ്റം തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റീനെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സ്ഥലത്ത് കാടിനെ ഉണ്ടാക്കുമ്പോൾ അഫോറസ്റ്റേഷനാണ്. നിലവിലുള്ളതിലാണെങ്കിൽ റീഫോറസ്റ്റേഷൻ എന്നാണ് പറയുക. എഫോറസ്റ്റേഷൻ ഗ്രോയിങ് ട്രീസ് ഇൻ ന്യൂ ഏരിയാസ് ആണ്. ന്യൂ ഫോറസ്റ്റ് ഇൻ അൺയൂസ്ഡ് ലാൻഡാണ്. അതേപോലെ അഫോറസ്റ്റേഷനിൽ ഓൺലി 1 സാപ്ലിംഗ് ഈസ് നീഡഡ്
ടു പ്ലാന്റ് ഫോർ എ സിംഗിൾ ട്രീ. എന്നാൽ റീഫോറസ്റ്റേഷൻ്റെ സമയത്ത് നമുക്ക് 2 സാപ്ലിങ്സ് ആർ പ്ലാന്റഡ് ടു എലിമിനേറ്റ് ഈച്ച് ചോപ്ഡ് ഡൗൺ ട്രീ. അതായത് അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സ്ഥലത്ത് ഒരു ട്രീനെ വെക്കുന്നതാണ്. റീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു, അതിനെ വെട്ടിയിട്ട് മറ്റൊരു ചെടി വെക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 2 വെക്കണം, എന്നാലാണ് ഇത് ബാലൻസ് ആയി പോകുള്ളൂ. ഇവിടെ അഫോറസ്റ്റേഷൻ്റെ സമയത്ത് 1 വെച്ചാൽ മതി, ഇവിടെ 2 വെക്കണം. വെട്ടിയ ട്രീക്ക് പകരം ഒന്നും കൂടെ വെക്കണ അവസ്ഥയാണ് വരുന്നത്. ഇത് ഫോറസ്റ്റ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫോറസ്റ്റേഷൻ ചെയ്യുന്നത്. റീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നശിപ്പിച്ച ഫോറസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അഫോറസ്റ്റേഷൻ വഴി നമുക്ക് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ അഫോറസ്റ്റേഷൻ മേ ലീഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. പക്ഷെ റീഫോറസ്ട്രേഷൻ അങ്ങനെയൊന്നും വരുന്നില്ല. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാൽ പോലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി സോഷ്യൽ ഫോറസ്ട്രി എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ പ്ലാന്റിങ്ങും ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റും ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ ഫോറസ്റ്റ് ഏരിയാസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഫോറസ്റ്റിൻ്റെ പുറത്തേക്ക് കടന്നിട്ടുള്ള ഫോറസ്ട്രേഷനാണ് പറയുന്ന പേര്. സൊസൈറ്റിയിലേക്ക് കടന്നുകൊണ്ടുള്ള ഫോറസ്ട്രേഷനെ പറയുന്ന പേരാണ് സോഷ്യൽ ഫോറസ്ട്രി എന്ന്. ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ഇൻ ഇന്ത്യ ത്രൂ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1976. നാഷണൽ ഫോറസ്റ്റ് പോളിസി ആണ്, രണ്ടും കൂടെ വരുന്ന സമയത്താണ് സോഷ്യൽ ഫോറസ്ട്രിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. ഇതിലെന്തൊക്കെയാണ് നടക്കുന്നത്? പ്ലാന്റിങ് ട്രീസ് അലോങ് റോഡ് സൈഡ്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ കോഴിക്കോട് കൊച്ചിയിലൊക്കെ കാണുന്നതാണ്. റോഡ് സൈഡിലൊക്കെ ട്രീസ് വെക്കുക, റെയിൽവേ ലൈനിൽ വെക്കുക, കനാൽ ബാങ്ക്സിലൊക്കെ പ്ലാന്റ് നടുക. അതുവഴി ലോക്കൽ നീഡ് കിട്ടുകയും ചെയ്യും. അഫോറസ്റ്റേഷൻ ഓഫ് വില്ലേജ്, കോമൺ ലാൻഡ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്, വേസ്റ്റ് ലാൻഡ്സ്. കോമൺ ആയിട്ടുള്ള ലാൻഡുകൾ, ഇപ്പോൾ ഗ്രൗണ്ടുകളുടെ ചുറ്റും ഒക്കെ ചെടികൾ വെച്ച് പിടിക്കുക. വേസ്റ്റ് ലാൻഡുകളുടെ അവിടെയൊക്കെ, അതായത് യൂസ് ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്, പ്ലാന്റുകൾ വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ സ്കൂൾസ്, റിലീജിയസ് പ്ലേസിൽ, പഞ്ചായത്ത് ലാൻഡുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെടികൾ നട്ടുപിടിപ്പിക്കും. ചെടികൾ വെച്ചിട്ട് തണൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്ക് കാടുകളൊന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല, എന്നാൽ പോലും തണൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ വരുന്നത്. സോഷ്യൽ ഫോറസ്ട്രീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് ഫ്യൂവലിന് വേണ്ടിയുള്ള വുഡ്, പിന്നെ ഫോഡർ, ടിമ്പർ, ഫുഡ്, അഡീഷണൽ ഇൻകം ഒക്കെ ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും സോഷ്യൽ യൂണിറ്റിയും, ഒരു കോപ്പറേഷൻ ഇതുവഴി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേസ്റ്റ് ലാൻഡിനെ, ഡീഗ്രേഡഡ് ലാൻഡിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, കൺസർവ് ചെയ്യാൻ പറ്റും. ഗ്രീൻ കവർ, ഒരു തണൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡിസർട്ടിഫിക്കേഷൻ കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ വലിയ തരത്തിലുള്ള ശക്തമായ കാറ്റിനൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അഗ്രോ ഫോറസ്ട്രിയാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അഗ്രോ ഫോറസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് ട്രീസ്, ക്രോപ്സ് ഓർ ലൈഫ് സ്റ്റോക്ക് ഓൺ ദ സെയിം ലാൻഡ്. അതായത് സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒരേ ലാൻഡിൽ തന്നെ വളർത്തുന്നൊരു രീതിയാണ്. അഗ്രികൾച്ചറും ഫോറസ്ട്രിയും, അതാണ് അഗ്രോ ഫോറസ്ട്രി. ഇത് ഒരുമിച്ച് പ്രൊഡക്റ്റീവായിട്ട് സസ്റ്റൈനബിളായിട്ട് ചെയ്യുന്നതിനെയാണ് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയാം. ഇത് ബേസ്ഡ് ഓൺ സം എക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനെ ഒന്നുകൂടി എൻകറേജ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഓവറോൾ ഈൽഡിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതായത് ഇപ്പം നമ്മളൊരു ലൈഫ് സ്റ്റോക്കിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈൽഡും കൂടും, ഒരു പ്ലാന്റ് വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈൽഡും കൂടുന്നൊരു അവസ്ഥയാണ് ഇതിലുണ്ടാവുക. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയിൽ ഫെർട്ടിലിറ്റി കൂടും, കാരണം ഇതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ഒരു കൗ ആണെന്നുണ്ടെങ്കിൽ കൗ ഡങ് ഭയങ്കര ആയിട്ട് നമ്മൾ വളമായിട്ട് ഇടുന്ന കാര്യമാണ്. ഓർഗാനിക് മാറ്ററും ബയോളജിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ നമ്മൾ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോയിൽ ഇറോഷൻ ഓഫ് കോഴ്സ് നമ്മൾ ചെടികൾ വരുമ്പോൾ കുറയും, വാട്ടർ റൺ ഓഫ് കുറയും, സോയിൽ മോയ്സ്ചറും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കൂടും. പിന്നെ എഫിഷ്യൻറ്റ് ന്യൂട്രിയൻ സൈക്ലിംഗ് ഇവിടെ നടക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോലെ കൗഡാണെങ്കിൽ കൗഡങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നൈട്രജൻ ഫിക്സിങ് ട്രീസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സോയിലിൻ്റെ നൈട്രജൻ കണ്ടൻറ്റ് കൂടാൻ കാരണമാവും. പിന്നെ ഈ ട്രീൻ്റെ ലിറ്റർ, അതായത് ഇലക്കെ വീണിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു മൊത്തത്തിൽ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു ലാൻഡിൻ്റെ വെൽബീയിങ്ങിന്, ഒരു മൊത്തത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് ഇതെന്ത് ചെയ്യും? നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു സിംഗിൾ ക്രോപ്പിന് പകരം മൾട്ടിപ്പിൾ ക്രോപ്സ് ആയതുകൊണ്ട് തന്നെ ഫാർമറിൻ്റെ ഇത് പറയുന്നത്
കുറച്ചും കൂടി ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. സോയിൽ ഫോറസ്ട്രിയും അഗ്രോ ഫോറസ്ട്രിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള സെയിം കാര്യമാണ്, നിങ്ങൾ മെറ്റീരിയലുള്ള സെയിം കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് ആണ് നമ്മളടുത്തത് നോക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സസ്റ്റൈനബിൾ യൂസും വാട്ടർ റിസോഴ്സിൻ്റെ പ്രൊട്ടക്ഷനുമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എയിം ചെയ്യേണ്ടത്. ഇവിടെ പ്രസൻറ്റും ഫ്യൂച്ചറും നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്കും നല്ല രീതിയിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റണം, നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും ഈ വെള്ളം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളൊരു ഗോളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ പോലുള്ള മേജർ റിവേഴ്സിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഇത്രയും ഒരുപാട് വലിയ വലിയ നദികളുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്താൽ തന്നെ നമ്മൾ പല പ്രശ്നങ്ങളും മാറാനും കാരണമാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ഓവർ പോപ്പുലേഷനും ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് കൊണ്ടൊക്കെയാണ് വാട്ടർ ഷോർട്ടേജും വാട്ടർ പൊല്യൂഷനും ഒക്കെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെ ഈ എഫ്ലുവൻസ് ഒക്കെ വന്നിട്ടും ഈ റൺ ഓഫ് ഒക്കെ വന്നിട്ട് നമ്മുടെ നിലവിലുള്ള റിവേഴ്സിലെ വെള്ളം എന്തായിട്ടിരിക്കുകയാണ്, പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ വാട്ടർ സപ്ലൈ ഇവിടെ കുറവായത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളത് നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്, ഉള്ളതിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പം ഒരു കൺസേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വാട്ടർ കൺസർവ് ചെയ്യേണ്ടത്? നമുക്ക് നാല് മെയിനായിട്ടുള്ള 4 വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ കുറച്ച് മോഡേൺ കൺസർവേഷൻ മെത്തേഡ്സും നമുക്ക് നോക്കാം. വാട്ടർ കൺസർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ട്രഡീഷണൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ ലോക്കൽ നീഡിനനുസരിച്ച് കുറച്ച് ഹിന്ദി, നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഒന്നും അല്ലാത്ത കുറച്ച് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ വാക്കുകളാണ് തോന്നുന്നുണ്ട്. പാട്ട്, ജോഹട്ട്, തലാബ്, പാർ, സസാക്കുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റങ്ങൾ ലോക്കൽ നീഡിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ പറഞ്ഞില്ല, അതേപോലെ മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ലോക്കൽ നീഡിന് വേണ്ടിയിട്ട് വെള്ളം സംഭരിക്കാം. പിന്നെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്, അതായത് ഒരു വാട്ടർ ഷെഡിനകത്ത് വരുന്ന വെള്ളത്തിൻ്റെ പ്രോപ്പർ യൂസ്, ഓവർ യൂസ് ചെയ്യരുത്, പ്രോപ്പർ മാനേജ്മെൻറ്റ്, അത് നശിപ്പിച്ച് കളയാൻ പറ്റില്ല, ആ രീതിയിൽ സസ്റ്റൈനബിളായിട്ട് അതിനെ യൂസ് ചെയ്യാം. പിന്നെ പാനി പഞ്ചായത്ത്, അതായത് റിവർ വാട്ടറിനെയും നമ്മൾ ഒരു നാട്ടിലുള്ള വെള്ളത്തിനെ ഫാർമേഴ്സ് എല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ട് നിന്നിട്ട് കൂട്ടായിട്ട് നിന്നിട്ട് റെഗുലേറ്റ് ചെയ്തിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഇറിഗേഷൻ യൂസ് ചെയ്യാം. ഞാൻ കുറേ യൂസ് ചെയ്യാം, നീ കുറേ യൂസ് ചെയ്യാം, അങ്ങനെ അല്ലാണ്ട് എല്ലാവരും തമ്മിലൊരു എന്താ പറയുക, ഒരു പ്രോപ്പർ പ്ലാനും മാനേജ്മെൻറ്റും ഇതിൽ കൊണ്ടുവരാം. പിന്നെ പെർക്കോലേഷൻ പോണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ഡാംസും റെയിൻ വാട്ടർ ടു ഇൻക്രീസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റെഡ്യൂസ് വാട്ടർ സ്കേഴ്സിറ്റി. അതായത് നമുക്ക് പോണ്ടുകളൊക്കെ ചെക്ക് ഡാംസുകൾ ഉണ്ടാക്കുക എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് ഭൂഗർഭജലം വർദ്ധിപ്പിക്കാനും ജലക്ഷാമം കുറയ്ക്കാനും വേണ്ടിയിട്ട് പെർക്കുലേഷൻ കുളങ്ങൾ എടുക്കാം. മോഡേൺ വാട്ടർ കൺസർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാപ്പിംഗ് സ്പ്രിംഗ് വാട്ടർ, അതായത് നാച്ചുറൽ സ്പ്രിംഗിൽ നിന്ന് വരുന്ന വാട്ടറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കൺസർവ് ചെയ്ത് വെക്കുക. റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ്, മഴവെള്ളം സംഭരിച്ച് വെക്കുക. വേസ്റ്റ് വാട്ടർ റീക്ലമേഷൻ, അതായത് വേസ്റ്റ് വാട്ടറിനെ വീണ്ടും ട്രീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ റീയൂസ് ചെയ്യുക. കുടിക്കാനൊന്നുമല്ല, എന്നാൽ പോലും വേറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചെടി നനയ്ക്കാനും ഫ്ലഷ് ചെയ്യാനുള്ള, നമ്മുടെ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ, ഫ്ലഷിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെ റീചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.